I'm a bit stressed. I think കുറച്ച് കഴിയുമ്പം I'll feel like okay, wait. Should I keep my phone like this? Oh. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും പോകെ ഞാൻ പറഞ്ഞു തരാം. അതായത് കെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എയറിലാണ്. അങ്ങനെയാണ്, എനിക്കറിയത്തില്ല. ഇതിപ്പോൾ അടുക്കടി മൊത്തത്തിൽ എയറിലാണ്, എന്ത് തൊട്ടാലും എയറിലാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് അഹാനയോ അല്ലെങ്കിൽ ആരെയും കുറ്റം ഞാൻ പറയത്തില്ല. ഇപ്പം ഞാനൊരു ഷോപ്പ് തുടങ്ങി. അവിടെ ഞാൻ പലവ്യഞ്ജന സാധനങ്ങൾ എടുത്ത് ചരിയും മുളകും പഞ്ചസാരയും ഉപ്പും മറ്റേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ ലാബലിലുള്ള വിലയ്ക്ക് ഞാൻ വിൽക്കണം. അല്ലാതെ ആ ലാബലിലുള്ളതിനേക്കാളും കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ എന്നെ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊല്ലുന്ന താറ്റി കയറി. ഓക്കെ. പക്ഷെ അല്ലാതെ ഞാനൊരു തുണിക്കടയോ കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള റേറ്റ് ഞാൻ അതിലിടും. അത് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പാക്കറ്റ് സാധനങ്ങളിൽ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളതിനേക്കാളും മറ്റേ എടുത്ത് അടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റേ അടിച്ച് അണ്ണാക്കി തരണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് മറ്റേ കൊള്ള ലാഭം എടുത്ത മീൻസ് ആ ഒരു ട്രാക്കാണ്. ഏത് ഒരു തട്ടിപ്പാണ്. അതൊരു തട്ടിപ്പ് തന്നെയാണ്. കാരണം പാക്കറ്റിലുള്ളതിനേക്കാളും ഫ്രോഡ് പറഞ്ഞ് പറ്റിച്ച് കൂട്ടി വിലക്ക് വിൽക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ്. പക്ഷേ ഇത് അഹാന നടത്തുന്നത് ഒരു തട്ടിപ്പാണെന്ന് എനിക്കൊരിക്കലും വാദിക്കാൻ പറ്റത്തില്ല. അത് ഒരു തരം എന്ത് പറയാൻ, കൊള്ള ലാഭം എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാണ്ട് തട്ടിപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവള് എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ട് അവളുടെ ഇഷ്ടത്തിന് വിൽക്കുന്ന സാരി അവളുടെ ഇഷ്ടത്തിനുള്ള റേറ്റ് അവൾ ഇടുന്നു, വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി. പിന്നെ വേറെ കുറേ പേര് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ഇതിന് ഇത്ര വിലയുള്ളൂ, ഇവർ കൂട്ടി വിൽക്കുന്നു. പിന്നെ അത് വേറൊരു സംഭവം പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു പേര്, കെ ഫാമിലിയുടെ പേര്, അതിൻ്റെ ഇതിൽ കുറേ എമൗണ്ട് കയറും. പിന്നെ അവർ നടത്തുന്ന പ്രൊമോഷൻസിൻ്റെ പിന്നെ മറ്റേ ചാർജ്, അത് ഇത് മറിച്ചതെല്ലാം കൂടിയൊക്കെ അവരുടേതായ ഒരു റേറ്റ് അവർ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. ഓക്കെ. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ വിയോജിപ്പ് ഇല്ല. ഞാൻ പോകെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അഹങ്കാരത്തിൻ്റെ, ഞാൻ കാശുകാരനാണ്, ഞങ്ങൾ മറ്റേ കാശുള്ള ടീംസാണ്, ആ ഒരു അഹങ്കാര വർത്തമാനം അത്തരം കാര്യങ്ങളിലോട്ടും പോവാം. പക്ഷെ ഈ ഒരു സാധനം ഇപ്പോൾ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ അവർ വിൽക്കുന്ന സാരി അവരിട്ടിട്ടുള്ള റേറ്റ് വാങ്ങാൻ ആളുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോടേ. ഈ മൂൺ ഗോഡസിനെ പോലെ സാധനം കിട്ടാണ്ടും അല്ലെങ്കിൽ തേപ്പും അമ്മാതിരി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. ഇതിപ്പോൾ അവർ കൊടുക്കുന്ന കാശിന് വാങ്ങാൻ കുറേ മന്ദബുദ്ധികളുണ്ടെങ്കിൽ നമുക്ക് അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ സാരിയുടെ റേറ്റ് ഒക്കെ കാണുമ്പോൾ 7,500, 10,000, 15,000 അങ്ങനെ പോകുന്നുണ്ട്. അത്രയും റിച്ച് ആയിട്ടുള്ള അവരെ പോലത്തെ ടീംസൊക്കെ വാങ്ങത്തുള്ളൂ. വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി, ആരും അവർ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ അവരുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം കാശ് പൊട്ടിച്ചിട്ടുള്ള പണിയാണ്. ഞാൻ ഒരു അഹാനയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നെ ഇവിടെ ഒന്ന് കൊടുക്കാം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സാരിയാണ് കോൺട്രവേഴ്സി ആയിട്ടുള്ള. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാൻ ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കൊടുക്കാം. ഓക്കെ. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ അഹാന അത്യാവശ്യം നല്ല പോലെ അത്തപ്പൂവൊക്കെ ഫ്രണ്ട് ഇട്ടിട്ട് ബാക്കിലും കുറേ ഡിസൈനൊക്കെ ചെയ്ത് പൂവൊക്കെ ചെയ്ത് അത്യാവശ്യം കാശ് ചിലവാക്കി തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത്. എന്ന് പറഞ്ഞ് കോടിക്കണക്കിനൊന്നല്ല, കുറച്ച് കാശൊക്കെ ചിലവാക്കി അതിൻ്റെതായ രീതിയിൽ ആളെയൊക്കെ വിളിച്ചിരുത്തിയൊക്കെ തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത്. അത്തപ്പൂവൊക്കെ ഇട്ടണ്ട പൂവൊക്കെ ഇപ്പോൾ പോണ പൈസ അതൊക്കെ വാങ്ങി വെച്ച് സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു നല്ലൊരു പ്രീമിയം ഈ ജ്വല്ലറിയുടെയൊക്കെ പരസ്യം എടുക്കത്തില്ല, അതുപോലെ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ആ സാധനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചിലവ്, മേക്കപ്പ് ചിലവ്, അതെല്ലാം കൂടിയൊക്കെ അവർക്ക് അതിൽ നിന്ന് തിരിച്ച് കിട്ടണം. ആ ഒരു ലെവലിൽ തന്നെയാണ് ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഒരു അനാവശ്യ കോൺട്രവേഴ്സികൾ തോന്നി. അവരുടെ ഇഷ്ടത്തിന് അവർ വിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചിലവർ പറയും അങ്ങനെ കൊള്ള ലാഭം എടുത്ത് എന്തിന്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അവർ കൊള്ള ലാഭം എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നതെന്ന്. അപ്പോൾ കാശുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയി വാങ്ങിയാൽ അല്ലാത്തവരെടുത്ത് അവർ നിർബന്ധിക്കുന്നൊന്നുമില്ല. അതാണ് വേറൊരു സത്യം. ഇപ്പോൾ തന്നെ അവരുടെ സാരിയുടെ ഈ പ്രൊമോഷൻ വീഡിയോയിൽ കണ്ട സാരിയുടെ പേര് രുക്മിണി എന്നാണ്, വല്ല സരസു എന്നാ വത്സമ്മ എന്നാ വടുതൽ വത്സല എന്നുള്ള കിട്ടി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ രുക്മിണി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇതിൻ്റെ വില 7,499, 7,500 രൂപ. അതാണ് ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ്, ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പോൾ അതിനർത്ഥം സാധനം ഇല്ല എന്നാണ്. ഈ 7,499 രൂപ കൊടുത്തും ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി. അതാണ് വേറൊരു വിഷയം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇതേ സാരി ചിലപ്പോൾ ഫുട്പാത്തിൽ കിടക്കണം എന്ന് വെച്ചോ, ചിലപ്പോൾ 1,500 രൂപയ്ക്ക് കിട്ടും. എന്നാൽ നമുക്ക് പുറത്ത് പോയിട്ട് 10 ആളെടുത്ത് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ പറയാം 7,500 രൂപ എടുത്ത് ഞാൻ അഹാനയുടെ ഇതിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ ഒരു വില അഹാനയുടെ ഇതിൽ നിന്ന് വാങ്ങിയതാണ്, കെ ഫാമിലിയിൽ നിന്ന് വാങ്ങി ആണോ എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഒരു പട്ടി ഷോ കാണിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ആൾക്കാർ ഇന്ന് നോക്കുന്നത് വിലക്കുറവ് എവിടെ കിട്ടുമെന്നല്ല. ആൾക്കാർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൗഢിയോടെ എവിടെ നിൽക്കാൻ പറ്റും.
എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാനൊക്കെ നോക്കുന്ന വില കുറച്ച് എവിടെ കിട്ടുമെന്നാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ ഈ വഴിയിൽ ഫുട്പാത്തിൽ ഫ്രൂട്ട്സ് കൊണ്ടിട്ട് വിൽക്കുന്ന മേടിക്കും. അപ്പോൾ ചിലവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഈ ഫുട്പാത്തിലൊക്കെ ഉള്ള പൊടിയൊക്കെ അടിച്ചാണ് ഇരിക്കുന്നത്, അത് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മേടിക്കും. നമ്മൾ കഴുകിയല്ലേ കഴിക്കുന്നത്, പൊടി പുറത്തല്ലേ ഇരിക്കത്തുള്ളൂ, അകത്ത് കയറത്തില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ തന്നെ മേടിച്ചാണ് കഴിക്കുന്നത്. ഇപ്പോൾ വില കുറച്ച് എവിടെ കിട്ടും അതൊക്കെ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ നല്ല നല്ല ഹോട്ടലുകളിൽ കയറാറുണ്ട്, അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ വഴിയിൽ ഇപ്പോൾ ബിരിയാണി 100 രൂപയ്ക്ക് വിൽക്കാറുണ്ട് അല്ലേ, വഴിയിൽ വിൽക്കുന്ന സമയത്ത്. എന്നാൽ കടയിൽ പോകുമ്പോൾ അത് 150, 200 ഒക്കെ വഴിയിൽ 50 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ മറന്നുപോയി. അപ്പോൾ കടയിൽ പോകുമ്പോൾ അത് റേറ്റ് മാറും, പിന്നെ ക്വാളിറ്റി മാറാറുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനമാണ്, വേറെ മാറ്റമൊന്നുമില്ല, റേറ്റ് കൂട്ടി വിൽക്കുന്നു. വാങ്ങാൻ അവർക്ക് അവരുടെ ഓഡിയൻസ് ഉണ്ട്, അവരുടെ ആളുണ്ട്. പിന്നെ നമ്മൾ അതിൽ കിടന്ന് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാ ഇപ്പുറത്തുള്ള ഏതോ വെണ്ണില 11,999, 12 രൂപ. ഓക്കെ, അങ്ങനെ എല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. 5,000-ന് മുകളിലൊക്കെ തന്നെയാണ് എല്ലാം. ഇവരൊക്കെ തന്നെയാണ് ഇവരുടെ മോഡൽസ്. വേറെ അതിനും പുറത്തോ കാശ് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അത് ലാഭമായി. ഇപ്പം എന്തായാലും അത്യാവശ്യം ഇതിന് നല്ല പേരിട്ടിട്ടുണ്ട്, രുക്മിണി, സരസു, വത്സല, അങ്ങനെയൊക്കെ ഇട്ടാൽ മതി കേട്ടോ അടുത്ത സാരി എടുക്കുമ്പോൾ. എന്തായാലും അത് അവർ വിൽക്കുന്നൂടെ. അതിൽ എനിക്ക് എന്തോ അവരൊന്നും പറയാൻ തോന്നിയില്ല. ഇതെന്തിനാ ഇങ്ങനെ ഇതിലൊരു ക്രൂശിക്കുന്നുണ്ട്. അതേ സാരിയാണ്, 7,000 സംതിങ്. ഓക്കെ, ഇതാണ് ആ സാരി, രുക്മിണി, 7,499. എ ക്രീം ഓർഗനൈസ് സാരി വിത്ത് എ ഫ്ലോറ എംബ്രോയിഡ് റണ്ണിങ് ത്രൂ ഔട്ട്. ഓക്കെ, അതാണ് കാര്യങ്ങൾ. എന്നാൽ ഈ സാരി നോക്ക്, അഹാനെ മെൻഷൻ ചെയ്തിട്ട്, ഈസ് ഇൻ ദിസ് ദ സെയിം സാരി രുക്മിണി ദാറ്റ് യു വിയർ സെല്ലിംഗ് വിയ സിഹ എന്ന് പറഞ്ഞ്, അതായത് അവരെ പറഞ്ഞതാണ്. അപ്പൊ സാരി സ്റ്റോറീസ് ബൈ മിഥില ഇതേ സെയിം സാരി റേറ്റ് കുറച്ച് വിൽക്കുന്നുണ്ട്, 4,800 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ സാരീസ് എന്തോന്നു അവരുടെ പേരെന്തായിരുന്നു, സാരി സ്റ്റോറീസ് ബൈ മിഥിലയുടെ ആ ഒരു പ്രൊമോഷൻ വീഡിയോ കാണാം. സെയിം സാരിയാണ്. ഓക്കെ, നോക്കാം. കണ്ടല്ലോ, സെയിം സാരിയാണ്. അവർ നല്ല രസമുണ്ടല്ലേ കാണാൻ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് അവർ. ഓക്കെ, സെയിം സാരി അവരും വിൽക്കുന്നുണ്ട്. മറ്റവർ 7,500 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇവർ അത് 4,800 രൂപയ്ക്ക് എങ്ങാണ്ട് വിൽക്കുന്നുണ്ട്. സെയിം സാധനമാണ്. പക്ഷെ അവരെടുത്ത വീഡിയോയുടെ ഒരു ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റിയിൽ അത്തപ്പൂല്ല, അങ്ങനത്തെ കുറേ പോരായ്മയല്ല, കുറെ കുറവുണ്ട്. ഇവർക്ക് ക്ലോക്ക് ഉണ്ട്, അവർക്ക് ക്ലോക്ക് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ സോഫ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവരും വീഡിയോസ് എടുത്തിട്ടുണ്ട്. അവരും കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം അവർ നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്ത്. ഓക്കെ, അവരുടെ വീഡിയോസും കൊള്ളാം. ചേച്ചി നല്ല ഭംഗിയുണ്ട് ചേച്ചി. അവരവരുടേതായ രീതിയിൽ സാരി സ്റ്റോറീസ് ബൈ മിഥില ഈ സാരി വിൽക്കുന്നുണ്ട്. ഇവർ വിൽക്കുന്ന റേറ്റ് വന്നിട്ട് 4,800 ഉള്ളി. കണ്ടല്ലോ, പ്രൈസ് 4,800 ഉള്ളി. എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറ എംബ്രോയിഡർ റണ്ണിങ് ത്രൂ ഔട്ട് വെബ്സൈറ്റ് ഗോഡ് OMS, അതൊക്കെ പറഞ്ഞാൽ അവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഇപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്ത് സാരി സ്റ്റോറീസ് ബൈ മിഥിലേക്ക് നല്ല പ്രൊമോഷൻ കിട്ടി. എന്തായാലും താങ്ക്സ് പറയണം കേട്ടോ നമ്മളെ അടുത്തൊക്കെ വന്നു. ഓക്കെ, അങ്ങനെ അവരും വിൽക്കുന്നുണ്ട് ഇതേ സെയിം സാധനം 4,800 രൂപയ്ക്ക്. ഓക്കെ, എന്നാൽ അതേ ഒരു സാധനം തന്നെ, ഓണം ഫ്ലവർ ഗോൾഡ് ആൻഡ് ഓർഗാസ ദ പെർഫെക്റ്റ് മോഡേൺ ഓണം സാരി. ഇവർ പേരിട്ട് രുക്മിണി, എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറ എംബ്രോയിഡർ റണ്ണിങ് ത്രൂ ഔട്ട് ദ പല ഫീച്ചേഴ്സ് ഓഫ് ഫ്ലോറ എംബ്രോയിഡർ ജാല, അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് പേര് വിട്ടു, രുക്മിണി സാരി എന്ന് പറഞ്ഞിട്ട്. അവരെ പേരൊന്നും ഇട്ടില്ല, അവരുടെ പേര് തന്നെ ഇട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇവര് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാബായ് അഹാദിഷ്. ഓക്കെ, ആൻഡ് അഹാന കൃഷ്ണ. അഹാനയാണ് ഇതിന്റെ ഓൾറൗണ്ടർ ആണെന്ന് തോന്നുന്നു. അവരും വിൽക്കുന്നു, ഇവരും വിൽക്കുന്നു. റേറ്റ് ഇവർ വന്ന് 7,500, അവർ വന്ന് 4,800. ഇത്രയുള്ള വ്യത്യാസം. വേണമെന്നുള്ളവർ പോയി വാങ്ങിച്ചാൽ, അല്ലാത്തവർ ആരെയും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അഹാനയുടെ. ഇവർക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്. ഇവരെയൊക്കെ ഇപ്പോഴും അന്ധമായിട്ട് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന, ഇവരൊക്കെയാണ് ജീവിതം ഉലകം, ഇവരൊക്കെയാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന കാശുള്ള കുറെ ടീംസ് ഉണ്ട്. അല്ലാതെ ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന പാവപ്പെട്ട കുറെ ടീംസ് ഉണ്ട്. അവരെ ഇവർ കണക്കിലേ എടുക്കുന്നില്ല. സത്യമുള്ള കാര്യം പറയാം, ഇവരെ കണക്കിലേ എടുത്തിട്ടില്ല. ഇവരെ ഫോളോ ചെയ്യുന്ന കാശുള്ള ടീമിനെ മാത്രമേ ഇവർ ഈ കണക്കിൽ എടുക്കുന്നുള്ളൂ. ഇവര് മറ്റേ പ്രൊമോഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പോകുമ്പോൾ പിക്ക് ചെയ്യുന്നു, ഏതൊക്കെയോ എടുക്കുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടി. ചുമ്മാ മാങ്ങേൻ്റെ തൊലിയാണ്, ഒരു തേങ്ങയില്ല. പക്ഷെ ഇവർ ഇവരെ ഫോളോ ചെയ്യുന്ന കാശുള്ള ടീമിനെ മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതാണ് വേറൊരു സത്യം, പ്രപഞ്ച സത്യം. അത് ആദ്യം മനസ്സിലാക്കാം. അല്ലാണ്ട് വന്നിരുന്നിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങാനുള്ളതോ റേറ്റൊന്നും അല്ല അവർ ഇട്ടിട്ടുള്ള. അവർ മറ്റേ 5,000 രൂപയോ 15,000 രൂപയ്ക്ക് എടുത്ത് വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ സാധാരണക്കാരല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാരൊന്നും ഇതുപോലത്തെ സാരി വാങ്ങണ്ട, അല്ലെങ്കിൽ ഇത്ര കാശ് കൊടുത്ത് വാങ്ങണ്ട
എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ തന്നെ ഇവരെയൊക്കെ അന്ധമായിട്ടുള്ള ഓരോ ഫാൻസ് ഒക്കെ കാണും, ഈ കാശുള്ള ടീംസ്. അവരൊക്കെ അഹാന വിൽക്കുന്നു, നല്ല സാരി, അഹാനയുടെ സാരി, അല്ല അഹാന ഉടുത്ത സാരി എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വാങ്ങിച്ച് വെച്ച് ഫ്രെയിം ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അത് കൊടുത്തോണ്ട് അഹാനയുടെ ബൊട്ടിക്കുന്ന ഞാൻ ഇത്ര 7,500 രൂപ 8,500 രൂപ 15,500 രൂപ ഒക്കെ കൊടുത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞ് പ്രഹസനം പറഞ്ഞുകൊണ്ട് നടക്കും. ഓക്കെ, അതൊരു ഇതാണ്. പക്ഷെ അതേ സാരി ഫുട്പാത്തിൽ 1,500 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിലയില്ല. അതങ്ങനെയാണ്, മലയാളികൾ അങ്ങനെയാണേ. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ 100 രൂപയ്ക്ക് ജെട്ടി എവിടെ നിന്ന് ഫുട്പാത്തിൽ നിന്ന് വാങ്ങും, അത് ജെട്ടി ഇവിടെ കടയിൽ വരുമ്പോൾ 350 രൂപ. അത് അത്ര ചിന്തിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവര് മറ്റേ ഉടായ്പാണ്, ഇവരുടെ ഇതൊക്കെ മറ്റേതാണ് മറിച്ചാണ്, ഓവർ റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രതികരിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ച് പ്രതികരിച്ചെന്ന് കാണാം. ഒരു സെലിബ്രിറ്റി ബ്രാൻഡിൽ നിന്ന് വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓൾമോസ്റ്റ് 5,000 റുപ്പീസ് ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? യെസ്, ഐ ഹാവ് പ്രൂഫ്. റീസെന്റ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡിന്റെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോറൽ ഓർഗൻസ സാരി ക്രീം കളറിൽ ഫ്ലവർ പ്രിന്റ്. ഓക്കെ റീസെന്റ് ഒരു ഫ്ലോറിൻ എന്താണ് ഓർഗൻസൺ സാരി, എനിക്ക് ഇതിന്റെ സംഭവം ഒന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് സാരി എന്ന് അറിയത്തുള്ളൂ. നിങ്ങൾ ഓർഗൻസൺ സാരിയോ ഓർഗൻ ഇല്ലാത്ത സാരിയോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കൊച്ചു പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. റീസെന്റ് ഞാൻ ഇങ്ങനെ കണ്ടു, ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് നമ്മളൊരു കാര്യം എടുത്ത് വിമർശിക്കുമ്പോൾ അത്യാവശ്യം അതിന്റെ പേര് പറയാനുള്ള ഗട്ട്സ് എങ്കിലും കാണിക്കുക കേട്ടാ. ഗട്ട്സ് ഇല്ലാണ്ട് പ്രതികരിക്കാൻ ഇറങ്ങരുത്. ഓക്കെ, ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേര് പറയാതിരിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ണീ കണ്ടത് അതുപോലെ എടുത്ത് പ്രതികരിക്കാൻ കഴിവില്ല, അതിനുള്ള പ്രാപ്തിയില്ല, അതിനുള്ള ധൈര്യമില്ല, ചങ്കുറപ്പില്ലെങ്കിൽ പ്രതികരിക്കാൻ നിൽക്കില്ല കേട്ടോ. ഇതൊരു മറ്റേ തല വെട്ടി എറിഞ്ഞിട്ടുണ്ട്, അതാണ് അതിനേക്കാളും കോമഡി. ഓക്കെ, കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമ്മ കോമഡി. കുറച്ച് നട്ടൽ ഉറപ്പ് അല്ലെങ്കിൽ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കാൻ ഇറങ്ങുക, അല്ലാതെ ഒരു സെലിബ്രിറ്റി സാരി എന്ന് പറഞ്ഞ് ആ ഒരു പരിപാടിയൊന്നും വേണ്ട. ബാക്കി പറയാം. ഫ്ലവർ പ്രിന്റ്സ് ഉള്ള ഒരു ഓർഗൻസ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയിരുന്നു. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ റേറ്റ് ഓൾമോസ്റ്റ് 7,999 ആണ് കിടക്കുന്നത്. ഇതിപ്പോൾ സോൾഡ് ഔട്ട് ആണ്. ആൻഡ് ഇന്ന് ഞാൻ മറ്റൊരു സാരി ബ്രാൻഡ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫേമസ് സാരി ബ്രാൻഡ്, അവരുടെ അടുത്ത് സെയിം പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് 4,800. ദ സെയിം സാരി, എക്സാക്ട് സെയിം ഡീറ്റെയിൽസ്, എവറിത്തിങ് സെയിം. ഓൾമോസ്റ്റ് 4,800, അപ്രോക്സിമേറ്റ്ലി 5,000 ആൻഡ് അതർ വൺ ഈസ് 4,000. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ ബ്രാൻഡുകാരും അറ്റ്ലീസ്റ്റ് മിനിമം 1,000 റുപ്പീസ് പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? മേ ബി ഒരു 3,800 എന്ന് നമ്മൾ അസ്യൂം ചെയ്തോ. ഈ 3,800 സാരിയാണ് 8,000 റുപ്പീസിന് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ സെലിബ്രിറ്റി ബ്രാൻഡ് ദേ ആർ സെല്ലിംഗ്. ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. I understand it's a celebrity brand, they have their celebrity value, I understand. But if that is a product which they are putting some effort into, I can understand for putting such a margin, because ഒരു celebrity അവരുടെ ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് എടുത്തിട്ട് additionally they are doing all these things on that particular ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായ ഒരു സാധനമാണെങ്കിൽ ഓക്കെ. ഒന്ന് വാങ്ങി ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് they are charging almost double the price of the product. So you just imagine, just because it's a celebrity brand or in the name of a celebrity, how they are looting us. ഇംഗ്ലീഷ് തുപ്പിയാ പോരാ, ആ ഫോട്ടോയിൽ നിന്ന് ആ പെണ്ണിന്റെ, അതായത് അഹാനയുടെ തല എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇത് പ്രതികരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിക്കാനാണ് എൻ്റെ പൊന്ന് മോളെ, നീ പ്രതികരിക്കാനൊന്നും വരല്ലേ ദയവ് ചെയ്തിട്ട്. ചുമ്മാ പ്രതികരണത്തിന് കൂടി അപമാനമായിട്ട്. പക്ഷേ ഇത്രയേ ഉള്ളൂ പേടി. ഇങ്ങനെ പേടിക്കാനാണ് എന്തിനു വരുന്നത്? അവരെന്ത് പിടിച്ച് വിഴിയും കളയുക. ഇവിടെ ഉള്ളതുപോലെ ചങ്കറപ്പട തുറന്നു പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൃഷി ചെയ്യുന്ന കർഷകന് ചിലപ്പോൾ 1 കിലോ വെണ്ടയ്ക്ക വിൽക്കുമ്പോൾ അവന് കിട്ടുന്ന ലാഭം 2 രൂപയായിരിക്കും. ഓക്കെ, ചിലപ്പോൾ 2 രൂപയായിരിക്കും, അത്രയൊക്കെ കിട്ടത്തുള്ളൂ. ബൾക്കായിട്ട് കൃഷി ചെയ്യുന്ന കർഷകന് കിട്ടുന്ന 2 രൂപയായിരിക്കും കിലോയ്ക്ക്. അവൻ വിൽക്കുന്ന 2 രൂപ 3 രൂപ കൊടുത്തായിരിക്കും വിൽക്കുന്നത്. അതിങ്ങനെ വണ്ടിയിൽ കയറ്റി വന്ന് ചാക്കി കൊണ്ട് കയറ്റി മൊത്തത്തിൽ ഒരു സ്ഥലത്ത് ഇറക്കി അവിടെ നിന്ന് ചിലപ്പോൾ 10-15 രൂപയായിട്ട് അടുത്ത കിലോ വിൽക്കും. ഓക്കെ, കടയിലോട്ട് വിൽക്കും. ഈ കടക്കാരൻ 10, 30, 40 അവൻ ചെയ്യുന്നത് ജസ്റ്റ് ആ സാധനം എടുത്ത് അവൻ്റെ കടയിൽ വെച്ചിട്ട് അവൻ നിന്ന് വിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ അവൻ്റെ പരിപാടി. അപ്പോൾ ഇവിടെ കൃഷി ചെയ്ത കർഷകന് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത്? അതിനേക്കാളും ലാഭം ഈ അവസാനം നമ്മളെപ്പോലുള്ളവരിലേക്ക് വിൽക്കുന്ന കടക്കാരനല്ലേ ലാഭം ഏറ്റവും കൂടുതൽ കിട്ടുന്ന, ഇടനിലക്കാരനായിട്ടുള്ള കടക്കാരന് അല്ലേ? അപ്പൊ കർഷകന് ഇവിടെ എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് കർഷകന്മാര് സ്വയം ജീവൻ എടുക്കുന്ന പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നത് അല്ലേ? ഉണ്ടാക്കിയവന് ഇല്ല, ഇടനിലക്കാരനാണ് ലാഭം. ഇപ്പൊ ഞാനൊരു ആട് കച്ചവടം പറയുകയാണെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ആട് വളർത്തി അതിൻ്റെ കുട്ടിയെടുത്ത് ചിലപ്പോൾ അത് കുട്ടിയും തള്ളയൊക്കെ ആയിട്ട് അടുത്ത് വിൽക്കുന്ന സമയത്ത് നമ്മളവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിന് തിന്നാൻ കൊടുത്ത് നമ്മുടെ എഫർട്ട് വിട്ട് ഒക്കെ നമ്മൾ ആ ഒരു ആടിനെ വളർത്തി. എന്നാൽ ഇത് വാങ്ങാൻ വരുന്ന തരവനുണ്ടാവും. അവൻ വരുന്നു, നോക്കുന്നു, നമുക്ക് 20,000 രൂപ തന്നെന്ന് വെച്ചോ, ഒരു ആടിന് 2 കുട്ടിക്ക് 20,000 രൂപ തന്നെന്ന് വെച്ചോ.
അവൻ തന്നു, ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് 20,000 രൂപയ്ക്ക് പോകുന്നു, വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു, അപ്പുറത്ത് കൊണ്ടുപോയി അവൻ 25,000 രൂപയ്ക്ക് അവൻ വിൽക്കുന്നു. അവനല്ലേ അവിടെ ഒരു വണ്ടി ചിലവ് പോയിട്ട് ഒരു 4,500 രൂപ ലാഭം കിട്ടുന്നത് അല്ലേ? ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോയി വിറ്റ് അവനാണ് ലാഭം കിട്ടിയത്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് അതിനെ വളർത്തി, അതിനെ നോക്കി, അതിൻ്റെ അസുഖങ്ങളെല്ലാം ശുശ്രൂഷിച്ച് നമ്മൾ നോക്കി, നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ എഫർട്ടിനും അവിടെ ഇല്ല. നമുക്ക് കിട്ടി 20,000 ആണെങ്കിൽ അവൻ 25,000 രൂപ 5,000 4,500 രൂപ വണ്ടി ചാർജ് പോയിട്ട് അവന് കിട്ടുന്നുണ്ട്. ചുമ്മാ ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. ഇതാണ് ഇടനിലക്കാർക്കാണ് ഇവിടെ ലാഭം. ഇതുപോലെ തന്നെയാണ് ഈ ഇപ്പോൾ അഹാനയൊക്കെ വിൽക്കുന്ന സാരി ഉണ്ടാക്കുന്നവർക്കോ അവര് ഇങ്ങോട്ട് എടുത്ത് കയറ്റി വിടുന്നവർക്കോ അല്ല, അവർ കൊള്ള ലാഭം ഇട്ട് വിൽക്കുന്നു, അത് വാങ്ങാൻ ആളുമുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവർ തട്ടിപ്പടത്തുകയോ വെട്ടിപ്പടത്തുകയോ ഒന്നും ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. പ്രത്യേകിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി സാധനം കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പൊക്കെ ഈ മൂൺ ഗോഡസ് നടത്തുന്ന പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. അല്ലാത്ത പക്ഷം ഇതെനിക്ക് പൂർണ്ണമായിട്ട് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ വിൽക്കുന്നു, വാങ്ങാൻ ആളുണ്ട്, സാധനം അവരെത്തിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നാളെ ഞാനൊരു കട തുടങ്ങിയാൽ, ഞാനൊരു ഡ്രസ്സ് കട തുടങ്ങിയെന്ന് വെച്ചോ, ഞാൻ എനിക്കിഷ്ടമുള്ള റേറ്റിന് ഞാൻ വിൽക്കും. വാങ്ങാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ വേണ്ട. അത്രേ ഉള്ളൂ. അതിലെനിക്ക് വേറെ ഇതൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കർഷകന്റെ കേസ്, ആട് വിൽക്കുന്നൊക്കെ കേസ്, അത്രേ ഉള്ളൂ. നമ്മളന്ന് ചിന്തിച്ചാൽ മതി. ഇടനിലക്കാർക്ക് ആണ് ഇവിടെ ലാഭം. ഇപ്പൊ ഇവിടെ അഹാന അവർക്കാണ് ലാഭം. ഇതേ സാരി ഇപ്പുറത്ത് വിൽക്കുന്നുണ്ട് 4,800 രൂപയ്ക്ക്. എനിക്ക് അത് വാങ്ങണം. എന്തിനാണ് അഹാനയുടെ അടുത്ത് പോകുന്നേ? അത്രേ ഉള്ളൂ എനിക്ക് ചോദിക്കുക. അവിടെ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ആ ഒരു ബ്രാൻഡ്, അവരുടെ അല്ലെങ്കിൽ ആ ഒരു പേര്, അവർ KK ഫാമിലി അവരുടെ പേര് അഹാന വിൽക്കുന്ന. അത്രയും ചിന്തിച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഇനി അവരുടെ ആ ഒരു പ്രൊമോഷൻ ടൈമിലെ പ്രൊമോഷൻ നമുക്കൊന്ന് കാണാം. ഈ സാരിയെ പ്രൊമോഷൻ ചെയ്തത് ഫാമിലി മൊത്തത്തിൽ ഇരുന്നു. അൻസിക, സിന്ധു ആൻറ്റി സുഖമല്ലേ? ഇഷാനി, എല്ലാവരും ഉണ്ടല്ലോ. നല്ല രസമാണ്, അടിപൊളിയാ. ഓ, എല്ലാവരും വരൂ, വായോ. അൻസിക, ഇഷാനി, എല്ലാവരും ഉണ്ട്. 4 പിള്ളേർ, 3 പിള്ളേരും. ബി എവിടെ പോയി? നിങ്ങൾ ആരെങ്കിലും പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. അമ്മ പറ, നീ പറ, ഞാൻ പറ. എന്നെ വിളിക്കാത്തത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരൂലായിരുന്നു. ശേ, മോശം. പറ മോളെ. ഓക്കെ ആയിക്കോട്ടെ. ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. നല്ലതാ. എന്തായാലും നല്ലൊരു ബിഗിനിങ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അവിടെ നാട്ടുകാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. പാവം കേട്ടോ, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാ മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ആൻഡ് ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത്, ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വി വാണ്ടഡ് ടു ഡു സംതിങ്. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷൻ ആണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ എ കളക്ഷൻ ഡ്രോപ്പ്. വളരെ കുറച്ച് പീസസ് ഉള്ള, എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ വെൻ വി അനൗൺസ് ദി ഡ്രോപ്സ്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. എനിക്കെന്തിന് സാരി ആൻറ്റി? എനിക്ക് വേണ്ട സാരി ഒന്നും. ഞാൻ സാരി ഉടുക്കാറില്ല. ഇവരെന്താ എന്നെ അങ്ങനെ കണ്ടത്? പോട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇരിപ്പ് വശങ്ങൾ. അവർ അങ്ങനെ നിങ്ങൾക്കും കൂടിയൊക്കെ വേണ്ടിയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. ഇത് കണ്ട് മയങ്ങി വീഴുന്ന ഇവരിപ്പോൾ 1000 രൂപയുടെ സാരി 50,000 രൂപയ്ക്ക് വിറ്റാൽ വാങ്ങാൻ ആളുണ്ടേ. എടേ, വാങ്ങാൻ ആളുണ്ടെങ്കിൽ പിന്നെ വിൽക്കാൻ ഇവർ വിൽക്കുന്നതിൽ എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഞാനിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇവൻ എന്താ ഇങ്ങനെ, ഇവർ കൊള്ള ലാഭം എടുത്തിട്ട് ഒരു തേങ്ങ അവന് പറയാനില്ലെന്ന്. അവർ ഇപ്പോൾ പറ്റിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ ബ്രാൻഡ്, അവരുടെ ആ ഒരു KK ഫാമിലി, അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ വിൽക്കുന്നത്. അത് വാങ്ങാൻ ആളുണ്ടേ.
ഇപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് വരുന്നുണ്ട്? അങ്ങനെ ആരെയും കാണുന്നുമില്ല. മനസ്സിലായി? അങ്ങനെ ഇപ്പോൾ വാങ്ങിയ ഒരു കൊള്ള ലാഭം എടുത്ത് നമ്മളെ പറ്റിച്ച് അങ്ങനെ ആരും വന്ന് വീഡിയോ വാങ്ങിയ ആരും വന്ന് പറയുന്നതുമില്ല. കാരണം വാങ്ങുന്നതൊക്കെ അത്യാവശ്യം കാശുള്ള ടീംസാണ്. അവരങ്ങനെ പരാതി പറയാനും കാണാനില്ല. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കണം കേട്ടോ. ബാലകൃഷ്ണന്റെ പേജില് നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്നു. ഓക്കെ, അപ്പൊ ഇവര് തന്നെ വീഡിയോ ചെയ്യുന്നതുണ്ടോ? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതി തന്നെ അഹാനയുടെ അപ്പൊ അവർക്ക് അത്രയും വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ 10 ആള് വാങ്ങും അല്ലെങ്കിൽ ശ്രദ്ധിക്കും. അപ്പൊ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അഹാനയുടെ പേര് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു സാധനം അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് എനിക്കിതിൽ അവരെ അങ്ങോട്ട് പറ്റ കുറ്റം പറയാനുള്ളൊരു ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർ വിൽക്കുന്നു, വാങ്ങാൻ ആളുണ്ട്, വാങ്ങുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ ആർക്കടാ കുഴപ്പം? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. കാശുള്ള കാറ് വാങ്ങും, ബസ് വാങ്ങും. ഇല്ലാത്ത ഇങ്ങനെ ഇരുന്ന് മൂഞ്ചു എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അത്രേ ഉള്ളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് അവിടെ ആവുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഔട്ട് ഓഫ് സ്റ്റോക്ക് വെറുതെ തമാശക്ക് ഇട്ടതാണെന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളാന്തരാശു കുന്തരാശു തലക്കലിപ്പ് തീരില്ല. പക്ഷെ ഇവരുടെ പൊങ്ങച്ചത്തിന് അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല. എന്തിന്? ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ സിന്ധു ആൻറ്റിക്കാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം. ആൻഡ് ഈ ഗോൾഡ് പ്രൈസ് കൂടിയതോടുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. ഞാനൊരു 4 വർഷം എക്സാക്ട്ലി 4 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു സെറ്റുമുണ്ട്. എനിക്ക് 35,000 ആയ ഒരെണ്ണം. അതിനേക്കാൾ ഒരു പൊട്ടിക്കും കൂടെ മെലിഞ്ഞതിന് ഇന്നലെ 74,000 ആയിരുന്നു റേറ്റ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ലൈക്ക് ഒരു 4 വർഷത്തിൽ മോർ ദൻ ഡബിൾ ആയി ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗോൾഡ് പ്രൈസ്. അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് മുണ്ട് പോലത്തെ സംഭവങ്ങളും ഒറിജിനൽ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിനും നല്ല ഡിഫറൻസ് ആയിരിക്കും പണ്ട് നമ്മൾ വാങ്ങിയത് വെച്ച്. അത് നമ്മൾ കോടീശ്വരാണ്, ഞങ്ങളിങ്ങനെ വാരിക്കോരി കാശറിയും. ഇവർ പ്രകസനങ്ങൾ കാണിക്കാറുണ്ട്. കാശുള്ള ടീംസ് ആണെന്ന് പ്രകസനങ്ങൾ കാണിക്കാറുണ്ട്. കാശുമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 35,000 രൂപയ്ക്ക് ഒരു 4 വർഷം മുന്നേ സെറ്റ് മുണ്ട് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഞാനൊക്കെ 35,000 രൂപ ഉണ്ടെങ്കിൽ 30 വർഷം ഡ്രസ്സ് എടുക്കും. സത്യം. ഞാനങ്ങനെ ഒരു ഡ്രസ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല. എനിക്കങ്ങനെയല്ല. ഞാൻ അത്യാവശ്യം വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. പക്ഷേ ഡ്രസ്സ് അഡിക്റ്റ് ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കടയിൽ പോയാൽ തന്നെ ഏതെങ്കിലും ഒരു ഷർട്ട് അടിക്കുമെങ്കിൽ വീട്ടിൽ പോയി. ഈ ഒരു മൂഡാണ്. എനിക്ക് ഡ്രസ്സിനോട് വലിയ അഡിക്ഷൻ ഒന്നും ഇല്ല. എനിക്ക് അഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അഡിക്ഷൻ ഇല്ല. ഫുഡ് വെറൈറ്റി സാധനങ്ങളൊക്കെ നോക്കും, അല്ലാണ്ട് പ്രത്യേകിച്ചില്ല. പിന്നെ അതാ ഈ 35,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 3, 4, 30 വർഷം വേണമെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇരിക്കും. എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് വലിയ ചിലവില്ല. ഞാൻ അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അല്ല, ഒരു പേഴ്സണും ഇല്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ വലിയ കോടീശ്വരാണ്, നമ്മൾ റിച്ച് ആണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കുന്ന പോലത്തെ ഒരു ഫാമിലി ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അഹാന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. ഫിനാൻഷ്യൽ ഡീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയിമിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന തരത്തിൽ ഉള്ള അഡ്വൈസസ് ഉണ്ടാവാറുണ്ട്. വലുതായിട്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലാത്തതിൻ്റെ റീസൺ ഞാൻ പറയാം. മൈ ഫാദേഴ്സ് ബിൻ എൻ ആക്ടർ. അത് എവർ സിൻസ് ഐ ക്യാൻ റിമെമ്പർ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എൻ്റെ അച്ഛനൊക്കെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ആൻഡ് അപ്സിനേക്കാൾ കൂടുതൽ ഡൗൺസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അച്ഛനൊക്കെ എത്രയോ വർഷങ്ങൾ ഇന്നെ സ്ട്രെച്ച് വർക്ക് ഇല്ലാതായിട്ടുണ്ട്. ആൻഡ് വിവ് ബിൻ ഫിനാൻഷ്യലി ലൈക്ക് റിയലി ബാഡ്. ആൻഡ് എത്രയോ ഇയേഴ്സ് ഇൻ എ സ്ട്രെച്ച് ഓരോ മാസവും എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ പണ്ടത്തെ കാര്യമല്ല. ഈവൻ ഇപ്പം ഞാനൊക്കെ സ്റ്റീവ് ലൂപ്പസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു കുറേ ഈവൻ ഫ്യൂ ഇയേഴ്സ് അൺടിൽ ബാക്ക് വരെ എങ്ങനെയാണ് ഈ മാസത്തെ ലോൺ അടയ്ക്കുക, ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും പേരുടെ ഫീസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. അപ്പം വി സ്ട്രഗിൾഡ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. ഓക്കെ, അഹാന ഇവിടെ പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. നമ്മുടെ സിന്ധു ആൻറ്റി പറയുന്നത് എൻ്റെ സെറ്റ് മുണ്ട് 35,000 രൂപ. ഇപ്പം ഞാൻ 4 വർഷം മുന്നേ, ഇപ്പോഴാണെങ്കിൽ അതിന് 75,000 രൂപ. ആ ഒരു സെറ്റപ്പിൽ മൂഡിലിരിക്കുകയാണ്. നമ്മൾ കോടീശ്വരാണെന്നും കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ആരാണ് തള്ളുന്നത്, ആരാണ് പ്രഹസനം കാണിക്കുന്നതെന്ന് നിങ്ങളതിനൊന്ന് ഇരുന്ന് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാട്ടുകാരുടെ അടുത്ത് പറയട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നിങ്ങൾ ചുമ്മാ കള്ളം പറയണമെന്ന് വിചാരിക്കും. എന്തായാലും ഡ്രസ്സിൻ്റെ കേസിൽ കാശുള്ളവർ പോയി വാങ്ങടേ. ഇതൊരു തട്ടിപ്പാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് റേറ്റ് ഇട്ട് വിൽക്കുന്നു, വേണമെന്നുള്ളവർ വാങ്ങിയാൽ മതി.
ഇനി അതൊരു തെറ്റായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തെറ്റാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം അവർ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ ഡ്രസ്സ് ഓർഡർ ചെയ്തവർക്ക് സാധനം കിട്ടുന്നില്ല, കാശ് തട്ടിയെടുത്ത്, ഇതൊക്കെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അവരവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു KK ഫാമിലിയുടെ ഒരു ബ്രാൻഡില്ല, ആ ഒരു സാധനം അവരുടെ ആ ഒരു ഇത് അതൊക്കെ വെച്ചിട്ട് അവർ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. പണ്ട് ദിയാ കൃഷ്ണയുടെ ജുവൽസിൽ 60 എത്ര ലക്ഷം തട്ടിപ്പ് നടത്തി മറ്റവളുമാർ കൊണ്ടുപോയിട്ടും ഇവരെന്തുകൊണ്ട് ഇതുവരെ അറിഞ്ഞില്ല, അത്രയും ലക്ഷങ്ങൾ പോയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. ഇത്രയും കോടികൾക്ക് അല്ലെങ്കിൽ കൊക്കക്കോടികളുടെ സെയിൽസാണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും നോക്കാം, ബാക്കിയൊക്കെ വരുന്നത് പോലെ വെച്ച് കാണാം. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.